Alhamdulillah Rabbil Alameen. Allahumma salli ala Muhammad wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammad wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മണിക്കൂറുകളായി വളരെ വേദന നിറഞ്ഞ വാർത്തകൾ നാം എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്നു, പല വഴികളിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ലഭ്യമായിട്ടുള്ള വാർത്താ മാധ്യമങ്ങൾ വലിയൊരു സത്യത്തെ സംബന്ധിച്ച് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭവും സാഹചര്യവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മെപ്പോലെയുള്ള 300ഓളം ആളുകളുടെ മരണം അപ്രതീക്ഷിതമായി മിനിറ്റുകൾക്കകം സംഭവിച്ചു എന്നത് എല്ലാവരെയും പേടിപ്പിച്ച, ഭീതിയിലാക്കിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് പ്രകാരമുള്ള മരണത്തിന് നാട് അല്ലെങ്കിൽ നാട്ടുകാർ, വീട്, വീട്ടുകാർ, കുടുംബം, കൂട്ടുകാർ, സമയം, സ്ഥലം, സന്ദർഭം, ഈ നിലക്കുള്ള കാര്യങ്ങൾ ഒത്തുചേർന്ന് വരണം എന്നില്ല. നമ്മുടെ നാട്ടിൽ വെച്ച്, നമ്മുടെ വീട്ടിൽ വെച്ച്, നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ അരികത്ത് വെച്ച് മരണത്തിന് കീഴ്പ്പെടുക എന്നത് നടക്കണം എന്ന വാശി ഒരിക്കലും വില പോവുകയില്ല എന്നത് ഒരുപാട് അനുഭവങ്ങളിലൂടെ നാം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. സുനിശ്ചിതമാക്കപ്പെട്ട
വലിയ കാര്യമാണ് മരണം എന്നത്. എല്ലാവരും സമയമെത്തിയാൽ ഇവിടം വിട്ടു പോകേണ്ടി വരും എന്നതിൽ സംശയമില്ല. നാം എല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുന്നവരും അനുഭവിച്ച് മനസ്സിലാക്കിയതുമായ കാര്യമാണ്. അങ്ങനെയുള്ള വിഷയത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നക മയ്യിത്തുൻ എന്നാണ്. പ്രവാചകരെ, നിങ്ങൾ ഉറപ്പായും മരിക്കും. ഇന്നക മയ്യിത്തുൻ. എത്ര ഉറപ്പിച്ചുകൊണ്ടാണ്, തറപ്പിച്ചുകൊണ്ടാണ് മരണം എന്ന നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തത്. അല്പം പോലും സംശയം ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്നക മയ്യിത്തുൻ, നിങ്ങൾ ഉറപ്പായും മരിക്കും. അതുകൊണ്ട് അവസാനിച്ചില്ല, വ ഇന്നഹും മയ്യിത്തൂൻ, അവരും മരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമുഖീകരിച്ച ആളുകൾ മരണാനന്തരമുള്ള ജീവിതത്തെ പൂർണ്ണമായും നിഷേധിച്ച ആളുകളായിരുന്നു. അങ്ങനെ ഒരു ജീവിതമില്ല, അതൊന്നും സംഭവിക്കാനോ നടക്കാനോ പോകുന്ന കാര്യമല്ല. അവരുടെ വാദമായി, ജൽപ്പനമായി അവർക്കിടയിൽ വ്യാപിച്ച ഒരു വിഷയമായിരുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് എത്രത്തോളം ഉറപ്പാണോ അതിനേക്കാൾ ബലവത്തായ ഉറച്ച ഒന്നാണ് മരണത്തോടുകൂടി ആരംഭിക്കുന്ന ലോകം അതുണ്ട് എന്നത്. വിശുദ്ധ ഖുർആൻ ആദ്യം പഠിപ്പിച്ചത് പരലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം വേണം എന്നാണ്. തോന്നൽ പോരാ, ഉണ്ടോ ഇല്ലയോ എന്ന സംശയമല്ല. ഉണ്ടെങ്കിലുണ്ടാകട്ടെ, ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു, അത്തരം സമീപനങ്ങളല്ല. ദൃഢമായ ഉറച്ച വിശ്വാസം നാളെയുടെ ലോകത്തിൽ ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ആരംഭത്തിൽ പഠിപ്പിച്ച കാര്യമാണ്, അവസാനത്തിലല്ല. നമ്മെ ഞെട്ടിക്കുന്ന പല അപകടങ്ങളും, വാഹനങ്ങൾ, നാം ഓടിക്കുന്ന, മറ്റുള്ളവർ ഓടിക്കുന്ന, വെള്ളത്തിലൂടെ പോകുന്ന, വായുവിലൂടെ പോകുന്ന വാഹനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതും സംഭവിക്കുന്നതുമാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിലക്ക് ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങൾക്ക് പ്രശ്നമുണ്ടായി, ചെറിയ കുട്ടികൾ മരണത്തിന് കീഴ്പ്പെട്ടു, പലരുടെയും ഉപ്പമാർ, ഉമ്മമാർ, ബന്ധുക്കൾ സമയമെത്തി അല്ലാഹുവിലേക്ക് മടങ്ങുന്നു. അത് വലിയൊരാഘാതമായി, വലിയ വേദനയായി നമ്മുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കാറുണ്ട്. ഇന്നലെ സംഭവിച്ച വലിയ നിലക്കുള്ള അപകടം, അതിനെ സംബന്ധിച്ചുള്ള വാർത്ത മാത്രമല്ല പത്രങ്ങളിൽ, ചാനലുകളിൽ വായിച്ചതും കേട്ടതും. സമാനമായും അല്ലാതെയും ഉണ്ടായ ഓരോ നാടുകളിലെ, ഓരോ പ്രദേശങ്ങളിലെ വ്യത്യസ്ത വർഷങ്ങളിൽ നടന്ന വാർത്തകളെ വായിക്കാവുന്ന രൂപത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലായി എഴുതിയും പറഞ്ഞും നാം ഓരോരുത്തരും അറിഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇത്ര വലിയ കാര്യമായി സൂക്ഷിക്കപ്പെടുന്നത്? ഇടയ്ക്കിടയ്ക്കുള്ള ഓർമ്മപ്പെടുത്തലുകൾ, അതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും ചില മാറ്റങ്ങൾ, ശ്രദ്ധകൾ വേണ്ടതുണ്ട്.
ആ നിലക്കൊക്കെയുള്ള ലക്ഷ്യങ്ങൾ അതിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ സുഖത്തിനു വേണ്ടി അനുഗ്രഹമായി തന്ന വാഹനം, അത് വിമാനമാകട്ടെ, കപ്പലാകട്ടെ, ചെറിയ വാഹനമാകട്ടെ, വലിയ വാഹനമാകട്ടെ, ഏതാകട്ടെ, അതൊരിക്കലും പരിപൂർണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മുടെ കൈകളിൽ ഭദ്രമാണ്. ഇനിയൊരു പ്രശ്നവുമില്ല. എല്ലാ പരിശോധനയും കഴിഞ്ഞു, കേടുപാടുകളില്ല, സുഖമായി കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും, ആരും ഒന്നും പേടിക്കണ്ട, ഇടപെടണ്ട. ആ മനോഭാവത്തോടുകൂടി സമീപിക്കേണ്ടതോ സ്വീകരിക്കേണ്ടതോ ആയ ഒരു വാഹനം, ഒരു യന്ത്രം പോലും ലോകത്തില്ല. അതൊരിക്കലും സാധ്യവുമല്ല. വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലദീ സഖറ ലനാ, അല്ലാഹു പരിശുദ്ധനാണ്, ഞങ്ങൾക്ക് ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കാക്കിത്തന്ന അല്ലാഹു പരിശുദ്ധനാണ്. അതിന്റെ പരിപൂർണ നിയന്ത്രണം ഡ്രൈവറുടെയോ വാഹനത്തിലുള്ളവരുടെയോ അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസിൽ ഇരിക്കുന്നവരുടെയോ കൈകളിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും പ്രകാരം, നിയന്ത്രിക്കും പ്രകാരം, നിശ്ചയിച്ചത് പ്രകാരമാണ്. ആ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചു. അതിന്റെ അവസാനത്തിലും നോക്കൂ നിങ്ങൾ, വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്നാണ്. ഏറ്റവും മുന്തിയ ലക്ഷങ്ങൾ കൊടുത്ത്, കോടികൾ കൊടുത്ത് നാം ഉപയോഗിക്കുന്ന, സ്വന്തമാക്കിയ വാഹനം, ആ വാഹനത്തിൽ കയറിയിരിക്കുന്ന നേരത്ത് പോലും ഞാൻ മരിക്കാനുള്ളവനാണ്, എന്റെ റബ്ബിലേക്ക് മടങ്ങാനുള്ളവനാണ്, ഈ മനസ്സ് മാറ്റിവെച്ച് ആ വാഹനത്തിന്റെ സുഖത്തിൽ മുങ്ങിലയിച്ചു പോകാൻ പാടില്ല. അതാണ് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ചെറിയ ഒരായത്താണ്, വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സഹോദരങ്ങളെ, മരണം എന്നത് ഈ ചെറിയ ആയത്തിലൂടെ 3 രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഈ ആയത്തിന്റെ ആരംഭം വഇന്നാ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം നിശ്ചയം, ഉറപ്പ്, തീർച്ച എന്നാണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. എന്തിനെയാണ് ഇവിടെ അല്ലാഹു ഉറപ്പിച്ചത്? എന്തിനെയാണ് ഇവിടെ ഇത്ര ആണയിട്ട് ബലപ്പെടുത്തി പറഞ്ഞത്? റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും, നിങ്ങൾ മരിക്കും. വഇന്നാ, അത് ഉറപ്പാണ്. ആ ഒരൊറ്റ വാക്കിന്റെ അർത്ഥമാണ്. രണ്ടാമതായി ഈ ആയത്തിൽ നോക്കൂ നിങ്ങൾ, ലമുൻഖലിബൂൻ എന്നാണ്. മുൻഖലിബൂൻ എന്ന് പറഞ്ഞാൽ മടക്കപ്പെടുന്നവർ എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം നീക്കപ്പെടുന്നവർ. അത് കേട്ടാൽ തന്നെ മനസ്സിലാകും മടങ്ങിപ്പോകേണ്ടി വരും, ഇവിടുന്ന് വിട്ടുപോകണമെന്നാണ്. പക്ഷെ ആ വാക്കിന്റെ കൂടെ അറബി അക്ഷരങ്ങളിലെ ഒരക്ഷരത്തെ അല്ലാഹു കൊണ്ടുവന്നു, ലമുൻഖലിബൂൻ. ലാം എന്ന അക്ഷരമാണ്. എന്താ ലാം എന്ന അക്ഷരം? അത് ഒരു വാക്കിന്റെ കൂടെ ചേർന്ന് വന്നാൽ ആ വാക്ക് എന്തർത്ഥത്തെയാണോ അറിയിക്കുന്നത് അതൊന്നുകൂടി ഉറപ്പിച്ച് അറിയിക്കുകയാണ്. ലമുൻഖലിബൂൻ, ആ മടക്കം ഉറപ്പാണ്, സംശയം വേണ്ട, എന്തായാലും മടങ്ങേണ്ടി വരും. അതൊരു പക്ഷേ ഈ വാഹനം ഇടിച്ചാകാം, ഈ വാഹനം മറിഞ്ഞാകാം, ഈ വാഹനം തകർന്നാകാം. തീർന്നില്ല, മൂന്നാമത്തെ നോക്കൂ നിങ്ങൾ. ഈ ആയത്ത് ഒരു നാമരൂപത്തിലുള്ള ആയത്താണ്, ക്രിയാരൂപമല്ല. ഈ ആയത്തിന്റെ ആരംഭം ഒരു പ്രവൃത്തിയെ പറഞ്ഞുകൊണ്ടല്ല, ഒരു നാമത്തെ വെച്ചുകൊണ്ടാണ്. നാമരൂപത്തിലുള്ള ഒരു വാചകമാണ്, സംസാരമാണ്. നാമരൂപത്തിൽ ഒരു കാര്യം വന്നാൽ അത് ഉറപ്പിനെ അറിയിക്കുന്നു എന്നാണ് നിയമം. ഈ ചെറിയ ആയത്തിൽ ആശയം 3 രൂപങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം എന്ന യാഥാർത്ഥ്യത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മിൽ എത്ര ആൾക്ക് വളരെ വേഗത്തിൽ അത്യാവശ്യത്തിനു വേണ്ടി സമീപത്തേക്ക്
വാഹനം ഉപയോഗിച്ചു പോകുമ്പോൾ ഈ പ്രാർത്ഥന മനസ്സിൽ നിന്ന് നാവിൻ തുമ്പിലൂടെ, രണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ സഹോദരങ്ങളെ പുറത്തു വരാറുണ്ടോ? ഉരുവിടാറുണ്ടോ? ഈ വാഹനപ്പുറത്ത് ആവശ്യ നിർവഹണത്തിന് പോകുന്ന ഞാൻ ജീവനില്ലാതെ നിശ്ചലമായി എന്റെ വീട്ടിലേക്ക് മടക്കപ്പെടും എന്ന ബോധത്തോടുകൂടി പോകാൻ, ആ വാഹനത്തെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? വിശ്വാസികൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഒരു തൽക്കാല മുസ്ലിമായി ജീവിച്ച ഈ ബോധമൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വരെ അല്ലാഹുവിൽ തവക്കുലാക്കണമെന്ന ചിന്ത അറ്റുപോയവരാണ്. അതൊക്കെ തുന്നിച്ചേർക്കേണ്ട കാലം കഴിഞ്ഞു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മുടെ വീടിന്റെ പടിവാതിൽ കടന്ന് അതിന്റെ ഓരോ പടികളും ഇറങ്ങി പോകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അത്രത്തോളം നമ്മളൊക്കെ ദുന്യാവിൽ ലയിച്ചു പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, മരണം നമ്മിലേക്ക് വരാനുള്ള സാധ്യതകൾ പലതാണ്. ഒരു രോഗം ബാധിച്ചു, നമ്മൾ വിചാരിക്കും പെട്ടെന്ന് മാറും. ചെറിയൊരു തലവേദന, പിന്നെ കേൾക്കുന്നു ആള് മരിച്ചു. ചെറിയൊരു പനി, മാസങ്ങൾ കഴിഞ്ഞു ആള് മരിച്ചു. ചെറിയൊരു മുറിവ്, ആള് മരിച്ചു. നമുക്കാർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ഇരിക്കുന്ന ആളെ നോക്കിയിട്ട് ദപ്പ ഇരുന്ന് മരിക്കട്ടോ ആള്, കിടക്കുന്ന ആളെ നോക്കിയിട്ട് ഇപ്പൊ ആ കിടത്തതിന് മരിക്കട്ടോ, ആ നടക്കുന്ന ആൾ ഇപ്പൊ മരിക്കട്ടോ എന്നാർക്കും പറയാൻ പറ്റൂല. ആ നടത്തം മരണത്തിലേക്കാകാം, ആ ഇരുത്തം അവസാന ഇരുത്തമാകാം, ആ കിടത്തം അവസാനത്തേതാകാം. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ഒരു കുഴി കണ്ടാൽ അതിന്റെ അടുത്തുകൂടി പോകുമ്പോ ശ്രദ്ധിക്കണട്ടോ, അവിടെ ഒരു കുഴിയുണ്ട്, കാല് തെറ്റിയാൽ വീഴും എന്ന് പറയാം. പക്ഷേ ആ കുഴിയിൽ വീണ് ആള് മരിക്കാൻ പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കുഴിയിൽ വീണ ആള് എന്തായാലും മരിച്ചിട്ടുണ്ടാവും, നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പുറത്തുനിന്ന് പറയും, നമ്മളെക്കാൾ ഉഷാറായി കയറി വരും അയാള്. മരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച, തീരുമാനിച്ച സമയത്ത്, സ്ഥലത്ത് ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ലാതെ നടക്കും. അതാ മരണം എന്ന് പറഞ്ഞാൽ. ഇന്നലെ ഉണ്ടായ അപകടം നോക്കൂ നിങ്ങൾ. വിമാനം ഉയർന്ന് മിനിറ്റുകൾ കഴിഞ്ഞില്ല, 1-2 മിനിറ്റുകളായില്ല, അപ്പോഴേക്ക് അപകടാവസ്ഥയിലാണ് എന്ന് വിമാനം കൈകാര്യം ചെയ്യുന്ന ആളിൽ നിന്ന് ഇവിടെ ഓഫീസിലുള്ളവർക്ക് അപകടത്തിലാണ് എന്ന ഒരു അറിയിപ്പ് കിട്ടി. പിന്നെ തീജ്വാലയാണ് കാണുന്നത്. അത്രേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെല്ലാമാണോ അവധി കണക്കാക്കിയത് അവർ എവിടെയോ ഉള്ളവരാണ്, ആരുടെയൊക്കെയോ ബന്ധുക്കളാണ്. അവരെ കാണാനോ സംസാരിക്കാനോ അവരോട് അറിയിക്കാനോ സമയമുണ്ടായിട്ടില്ല. അത്രത്തോളം നിശ്ചയിക്കപ്പെട്ട ഒന്നാണ്. സഹോദരങ്ങളെ, ഏതൊരു സമയത്തും ഇത് നമ്മിലേക്ക് വരും. ആ ഉറപ്പോടെ നമ്മൾ നടക്കണം, ആ ഉറപ്പോടെ നമ്മൾ കിടക്കണം, ആ ഉറപ്പോടെ നമ്മൾ ഇരിക്കണം, ആ ഉറപ്പോടെ നമ്മൾ സംസാരിക്കണം. അതൊരിക്കലും മറക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ. ഒരു വിശ്വാസിയുടെ ജീവിതം അത് ജീവിതത്തിലും മരണത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാകണം, അവനെ അനുസരിച്ചുകൊണ്ടാവണം, അവനിലേക്ക് അടുത്തുകൊണ്ടാകണം എന്ന് പഠിപ്പിക്കാനുള്ള കാരണമെന്താ? സഹോദരങ്ങളെ, മരണശേഷം റബ്ബിനെ അറിഞ്ഞവർക്കേ രക്ഷപ്പെടാനാകൂ. അള്ളാഹുവിനെ അറിയുന്ന വിഷയത്തിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയ ആളുകൾക്ക് രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. അവിടുന്ന് പഠിപ്പിച്ച ഹദീസ് നോക്കൂ നിങ്ങൾ. ആ ഹദീസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരാൾക്ക് രോഗം ഉണ്ടായി എന്ന് കരുതുക, എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടായി. ആ അസുഖത്തിന്റെ ബാക്കി എന്താ നമുക്കറിയില്ല. ഒരസുഖം നമ്മളെ ബാധിച്ചു. ആ അസുഖം ബാധിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദിക്റുകളെ, പ്രാർത്ഥനകളെ ഉരുവിടാൻ
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചാൽ, അവിടുന്ന് പറഞ്ഞു സുമ്മമാത്ത, ആ അസുഖബാധിതനായി അതിനുശേഷം അയാൾ മരിക്കുകയാണെങ്കിൽ ലം തത്അംഹു അന്നാർ, നരകം അവനെ രുചിക്കുകയില്ല എന്നാണ്. നരകത്തിന്റെ രുചി അവനെ ബാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അവിടുന്ന് പറഞ്ഞു മൻ ഖാല, ഒരാൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇതാണ് ഒരു ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ പദങ്ങൾ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. രോഗബാധിതനായ ഒരാൾ ഇത് പറഞ്ഞാൽ അള്ളാന്റെ മറുപടി നോക്കൂ നിങ്ങൾ, സ്വദ്ദഖഹു റബ്ബുഹു, ആ വിശ്വാസത്തെ അള്ളാഹ് അംഗീകരിക്കുന്നു. അത് ശരിയാണെന്ന് അള്ളാഹുവിൽ നിന്ന് അംഗീകാരം കിട്ടുന്നു. എന്താ അതിന്റെ ഉത്തരം എന്നറിയോ? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധ്യനില്ല, വാന അക്ബർ, ഞാനാകുന്നു ഏറ്റവും വലിയവൻ, വാന അക്ബർ, ഞാനാകുന്നു ഏറ്റവും വലിയവൻ. നമ്മൾ പറഞ്ഞ ദിക്റിന് അംഗീകാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടിയാണ്. വീണ്ടും പറഞ്ഞു വൈദാ ഖാല, ഇനി പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹ്, ആരാധ്യൻ അല്ലാഹു മാത്രം, വഹദ, അവൻ ഏകനാണ്, ഒരാളും പങ്കില്ല, ഒരു ചരടോ നൂലോ ഒരു മാട്ടും മന്ത്രമോ ഒന്നുമില്ല, അല്ലാഹു ഏകനാണ്, അവന് തുല്യരായി സമമായ ഒരു ശക്തിയുമില്ല. ഈ ദിക്ർ പറയാൻ കഴിയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹ്, അത്രേ പറയേണ്ടതുള്ളൂ. എന്താ അതിന് മറുപടി നോക്കൂ നിങ്ങൾ. യഖൂലുല്ലാഹ്, അല്ലാഹു പറയും ലാ ഇലാഹ ഇല്ലാ അന വഹദി, ലാ ഇലാഹ ഇല്ലാ, ആരാധനില്ല, അന വഹദി, ഞാൻ ഒറ്റക്കാണ്, ഏകനാണ്. അതിനുള്ള മറുപടിയാണ്. വീണ്ടും അടുത്ത ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ലാ ഇലാഹ ഇല്ലാ അന വഹദി ലാ ശരീക ലി, ഞാൻ ഏകനാണ്, എനിക്ക് പങ്കുകാരില്ല. നാലാമതായി പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, ആരാധ്യൻ അല്ലാഹ് മാത്രമാണ്, സർവാധികാരവും സർവസ്തുതിയും അവനാണ്. ഇങ്ങനെ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ അന ലി അൽ മുൽക്ക് വലിയൽ ഹംദ്, തിരിച്ചല്ലാഹു മറുപടി തരും. അഞ്ചാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആരാധ്യൻ അല്ലാഹ് മാത്രമാണ്, സർവശക്തനും അല്ലാഹ് മാത്രമാണ്, വേറൊരു ശക്തനും ഇല്ല, ആരുമില്ല, സർവശക്തൻ അല്ലാഹ് മാത്രം. ഇത് പറഞ്ഞാലോ ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി, ഉത്തരമായി കിട്ടും. നമുക്ക് പരിചയമുള്ള, നമുക്ക് മനഃപ്പാഠമുള്ള 5 ദിക്റുകളെ ഒരു സന്ദർഭത്തിൽ ഒറ്റ പ്രാർത്ഥനയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ മാത്രം മനസ്സിലേക്ക് തികട്ടി വരുന്ന, മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വിലപ്പെട്ട മഹത്തായ ദിക്റുകളാണിത്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കോരോരുത്തർക്കും സ്വർഗത്തിൽ കണക്കാക്കിയ പദവി, ആ പദവിയോളം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ആ പദവിയിലേക്ക് നമ്മെ എത്തിക്കാൻ, നാം അതിനർഹതപ്പെട്ടവരാകാൻ അല്ലാഹു വെക്കുന്ന ഒരു സംവിധാനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ അബ്ദ ഇദാ സബഖത ലഹു മിനല്ലാഹി മൻസില, ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിൽ അല്ലാഹു ഒരു സ്ഥാനം, ഒരു പദവി വെച്ചിട്ടുണ്ട്. ലം യബ്ലുഹാ ബിഅമലിഹി, അവന്റെ കർമ്മങ്ങൾ കൊണ്ട് അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. നമ്മുടെ നിസ്കാരങ്ങൾ കൊണ്ട്, നമ്മുടെ ധർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ നോമ്പുകൾ കൊണ്ട്, മറ്റു പല പുണ്യങ്ങൾ കൊണ്ടും അതിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിലേക്ക് അല്ലാഹു പരീക്ഷണം കൊടുക്കും. ചിലപ്പോൾ ക്ഷീണമാകാം, പനിയാകാം, തളർച്ചയാകാം,
ക്യാൻസർ ആകാം, മുറിവാകാം, എന്തുമാകാം. ഈമാനുള്ളവന്റെ മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് പരീക്ഷണമായി ഒന്ന് കിട്ടും. ഔഫി മാലിഹി, അല്ലെങ്കിൽ സാമ്പത്തിക പരീക്ഷണമാകും. ഔഫി വലദിഹി, മക്കളിലൂടെ പരീക്ഷണമാകും. ആ പരീക്ഷണം തരികയും സുമ്മ സബ്ബറഹു അലാ ദാലിക, അതിന്റെ മേൽ ക്ഷമിക്കാനുള്ള ശേഷി, സഹനശക്തി അല്ലാഹു അവന് കൊടുക്കും. എന്തിനായി പരിഹാരം? എന്തിനായി പരിഹാരം? നമ്മെ അവഹേളിക്കാനല്ല, നമ്മെ അവഗണിക്കാനല്ല, നാം ഒന്നുമല്ലാത്ത ഒരു ചണ്ടിയാണെന്ന് സമൂഹത്തിൽ വരുത്താൻ വേണ്ടിയല്ല. എന്താ അതിന്റെ ലക്ഷ്യം? ഹത്താ യബ്ലഉൽ മൻസില അല്ലതി സബഖത ലഹു മിനല്ലാഹി തആല, അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ച ആ പദവിയിലേക്ക് നമുക്ക് എത്തണ്ടേ? ആ പദവിയിൽ കയറിയിരിക്കണ്ടേ? ആ പദവി ആനന്ദത്തോടെ സ്വീകരിക്കാൻ കഴിയണ്ടേ? അതിനുവേണ്ടി അല്ലാഹു വെക്കുന്നതാണ്. അതുകൊണ്ട് ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ കുടുംബപരമായിട്ടോ സാമൂഹികമായിട്ടോ വിശ്വാസികൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ വലഞ്ഞു കുടുങ്ങി എടങ്ങേറായി തീർന്നു, ഇത്തരം പൊട്ടവാക്കുകളല്ല, ഇത്തരം വിഡ്ഢിത്ത പ്രയോഗങ്ങളല്ല നമ്മുടെ നാവിൻ തുമ്പത്ത് വരേണ്ടത്. മറിച്ച് എന്റെ റബ്ബിന്റെ വിധിയാണ്, എന്റെ റബ്ബിന്റെ തീരുമാനമാണ്, എന്റെ റബ്ബ് നിശ്ചയിച്ചതാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും എന്റെ റബ്ബിനാണ് സർവസ്തുതിയുമെന്ന് പറഞ്ഞ് ആ പരീക്ഷണങ്ങളെ നേരിടാനും സ്വീകരിക്കാനും വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇഖ്ലാസ്, തൗഹീദ് എന്നൊക്കെ പറഞ്ഞാൽ. അത് കളഞ്ഞു കുടിച്ച് നശിപ്പിച്ച് ജീവിക്കുന്ന അധമന്മാരിൽ ഒരിക്കലും നാം ഉൾപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളുടെ ഏറ്റവും വലിയ സവിശേഷതകളിൽപ്പെട്ടതാണ് ഏത് രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ കാണേണ്ടി വന്നാലും കേൾക്കേണ്ടി വന്നാലും അഭിമുഖീകരിക്കേണ്ടി വന്നാലും അനുഭവിക്കേണ്ടി വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്കുള്ളവരാണ്, ഞങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്, അവനിലേക്ക് മടങ്ങാനുള്ളവരാണ്. ഇതേതൊരു മുസീബത്തിന്റെ വേളയിലും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പല നിലക്കുള്ള വാർത്തകളും മറ്റും കണ്ട് സങ്കടത്തിൽ വേദനയിൽ കഴിയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഇട്ടുകൊടുത്ത് അയച്ചുകൊടുത്ത് അവരെ കൂടുതൽ പ്രയാസത്തിലേക്കാക്കുക എന്നതിലപ്പുറം ഇങ്ങനെ ചില വാർത്തകളും മറ്റും കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും മറക്കരുത് എന്ന വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഒരു തീരുമാനം, ഒരു ബോധം ഏതൊരു സാഹചര്യത്തിലും സന്ദർഭത്തിലും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതൊരിക്കലും മറന്ന് വിസ്മരിച്ച് നാം മുന്നോട്ട് പോകരുത്. അത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയേണ്ട സന്ദർഭവും സാഹചര്യവുമാണ് ഓരോ സമയത്തും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ വിശ്വാസപരമായി ഒന്ന് പുതുക്കാനും ഉണർത്താനുമൊക്കെ നാം ഓരോരുത്തരും സന്നദ്ധരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ, വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിയ രൂപത്തിലുള്ള ദുരന്തങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്കെല്ലാവർക്കും രക്ഷയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും കുടുംബപരമായും സാമൂഹികമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.